ഞാൻ ബിജു, ഇവിടുത്തെ IMS ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അച്ഛന് എന്താവശ്യമുണ്ടെങ്കിലും ഏത് പാതിരാത്രിക്കാണെങ്കിലും അച്ഛൻ എന്നെയാണ് വിളിക്കുന്നത്. അച്ഛൻ്റെ മുടി ഞാനാണ് വെട്ടി കൊടുക്കുന്നത്. അച്ഛന് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാവിലെ അച്ഛന് സുഖമില്ലാതെപ്പോൾ എന്നെയാണ് ആദ്യം വിളിച്ചത്. എന്നോട് അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു, ബിജു എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് വീണ്ടും ഒരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അപ്പം ഇവിടുത്തെ ഏത് കാര്യമുണ്ടെങ്കിലും ഏത് പാതിരാത്രിക്കാണെങ്കിലും അച്ഛൻ വിളിക്കുന്നത് എന്നെയാണ്. എന്നെ വിളിച്ചാണ് അച്ഛൻ ആദ്യം കാര്യങ്ങൾ പറയുന്നത്. അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് സാധിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ അച്ഛൻ്റെ വിയോഗം ഞങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. ഇനി IMSൻ്റെ ഭാവി അല്ലെ, അച്ഛനില്ലാത്തൊരു IMSനെ കുറിച്ച് ഞങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങളിവിടുത്തെ IMSലെ ഡ്രൈവർമാരാണ്. ഞങ്ങൾ അച്ഛന്മാരെവിടെ പോകണമെങ്കിലും എപ്പോൾ പോകണമെങ്കിലും ഏത് സമയമാണെന്ന് പറഞ്ഞാലും ശരി ഞങ്ങൾ റെഡിയാണ്. പ്രത്യേകിച്ച് പ്രശാന്തച്ചൻ്റെ കൂടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് അച്ഛൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് അച്ഛൻ ജപമാല ചൊല്ലുമായിരുന്നു. ചിലപ്പം എനിക്ക് അനുഭവം ഉണ്ടായത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആലുവ വരെയൊക്കെ ഒരൊറ്റ ഇരിപ്പിന് അച്ഛൻ ജപമാല ചൊല്ലി പോയിട്ടുണ്ട്. കാര്യം എത്ര തിരക്കാണെങ്കിൽ പോലും, റോഡിൽ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ശരി അച്ഛൻ അതിൽ നിന്ന് പിന്മാറത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിലായിരുന്നു. പിന്നെ ഏത് സമയവും അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇടയ്ക്ക് സംസാരിക്കുന്നതും അച്ഛൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ഇന്ന് വരെയും എൻ്റെ ഇടയ്ക്ക് അച്ഛൻ ദേഷ്യപ്പെട്ട് ഇന്ന് വരെയും സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങും ഇങ്ങുമൊക്കെ സംസാരിക്കും. ദേഷ്യത്തോടെയല്ല, അച്ഛൻ വളരെ കാര്യമായിട്ട് ചിരിച്ചുകൊണ്ടാണ് അച്ഛൻ സംസാരിക്കുന്നത്. എൻ്റെ പേര് ബീനാമോൾ. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ 2012 IMSൽ ആദ്യമായിട്ട് ഇവിടെ വന്നത്. അങ്ങനെ അച്ഛൻ്റെ സമ്മതത്തോടെ ഡോട്ടേഴ്സ് ഓഫ് IMS അമ്മ എന്ന സമൂഹത്തിലെ ഒരു അംഗമായിട്ട് അച്ഛനോടൊപ്പം ഇവിടെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, എൻ്റെ സഹോദരങ്ങളുടെ കല്യാണം എല്ലാം കഴിഞ്ഞു പോയി, എനിക്കിങ്ങനെ ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞാണ് 1980. അപ്പോൾ ശ്രീ ചിത്രയിൽ ഞാൻ ഈശോയോട് ചോദിച്ച എന്നെ എന്തിന് കൊള്ളാവുന്ന പോലും ഞാൻ ചോദിച്ചാൽ. പക്ഷേ ഇവിടെ അച്ഛൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു, നീ കമ്പ്യൂട്ടർ പഠിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അച്ഛൻ അതൊന്നും ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ കൊണ്ട് അതൊക്കെ പഠിപ്പിക്കുകയും ഈ IMSൽ നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും അതോടൊപ്പം ഇവിടുത്തെ മീഡിയയിലും അതോടൊപ്പം പള്ളിയിലെ എല്ലാ പ്രോഗ്രാമുകളും ചെയ്യാനും എന്നെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുവാനും എല്ലാ കാര്യങ്ങളും എന്നെ ചെയ്യുവാൻ എന്നെ അച്ഛൻ ആശീർവദിച്ച് അനുഗ്രഹിച്ച് അതോടൊപ്പം എനിക്കെല്ലാം സാധിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ അവസാന നിമിഷം അച്ഛനെ ശുശ്രൂഷിക്കാൻ തന്നെ എൻ്റെ അപ്പച്ചന് എങ്ങനെ ചെയ്തു കൊടുക്കുന്ന അതുപോലെ എല്ലാ ഇൻസുലിൻ എടുക്കാനും അച്ഛൻ്റെ കാല് തിരുമ്മി മരുന്ന് കെട്ടിക്കൊടുക്കുന്ന ജോലി വരെ ചെയ്യാൻ എൻ്റെ അപ്പച്ചന് ചെയ്യാൻ സാധിച്ചില്ല. അപ്പച്ചൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയ എൻ്റെ അപ്പച്ചനെ പോലെ കണ്ട് എനിക്കത് ചെയ്യാൻ ഉള്ള വലിയ അനുഗ്രഹം എൻ്റെ IMS അമ്മ വഴി ഈശോ എനിക്ക് തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. എന്നെ അച്ഛനാണ് ഈ IMSലേക്ക് കൊണ്ടുവന്നത്. 30 വർഷത്തിന് മുമ്പ് അച്ഛൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വിളിക്കുകയും ടീമിൽ പ്രവർത്തിക്കണമെന്ന് പറയുകയും പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ ജോലി ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുത്തെ ആളായിട്ട് തുടങ്ങുന്നത്. അച്ഛൻ എനിക്ക് ക്ഷീണം വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒറ്റ വാക്ക് പറഞ്ഞു, ഫ്രാൻസിസിൻ്റെ കൂടെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവുന്നത്. എൻ്റെ ക്ഷീണം പൂർണ്ണമായി മാറി. എനിക്കൊന്നും കുഴപ്പമില്ല. ഞങ്ങളുടെ ഇന്ത്യ എന്തായിരിക്കും ഒന്ന് അറിയിച്ചുകൂടാ ഞങ്ങളുടെ അവസ്ഥ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അച്ഛൻ പറയും, ആരെല്ലാം പോയാലും ദൈവം കൊണ്ട് കൂടെ, വിഷമിക്കേണ്ട, ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട, എല്ലാത്തിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തമ്പുരാൻ തരുമെന്ന് പറയും. ഒരു മേലായി വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആശുപത്രി കിടന്നാലും പലവട്ടം ഞങ്ങൾ ഭർത്താവിനെ കൊണ്ട് ആശുപത്രി കിടന്നാലും അന്നേരം ഞാൻ കിടന്നിട്ടുണ്ട്. അന്നേരം എല്ലാ അച്ഛൻ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും സ്വാതന്ത്ര്യ വാക്കുകൾ പറയുകയും എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ടൊരു സഹായമല്ലാതെ ഞങ്ങൾക്കൊരു ഇതില്ല. ഒരു ജീവിക്കുന്ന ഒരു വിശുദ്ധൻ തന്നെയായിരുന്നു അച്ഛൻ. ലോകം മുഴുവനും പോയി യാചിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തു. അതുപോലെ ഞങ്ങളെയും പഠിപ്പിച്ചു.
ഞങ്ങൾക്ക് ഓരോ കുറ്റികളും ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം പോയി ഞങ്ങൾ പിരിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തു. അച്ഛൻ അതെല്ലാം അച്ഛൻ്റെ കുടുംബം നന്നാക്കുമല്ലായിരുന്നു. ഞങ്ങളെപ്പോലെ ഓരോ മക്കളെയും ഓരോ അനാഥരെയും വിധവകൾക്ക് തന്നെ അതുപോലെ മക്കളില്ലാത്തവരെല്ലാം എല്ലാവരും ധ്യാനങ്ങൾ നടത്തിയും പല കാര്യങ്ങൾ നടത്തും. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വരുന്നവരെ വെറുതെ വിട്ടിട്ടില്ല അച്ഛൻ. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഞങ്ങളൊരു അത്താണിയായിരുന്നു. ഇത്ര ജനങ്ങളുടെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു അച്ഛൻ ജീവിക്കുന്ന ഒരു വിശുദ്ധരായിരുന്നു. ഇപ്പോഴും ഞങ്ങളെ ഓരോ കാര്യത്തിലും ആത്മീയതയിൽ ഞങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. കൗൺസിലിങ്ങിന് വിടുതൽ ശുശ്രൂഷയും ഞങ്ങളെ ഓരോ മക്കളെയും ഞങ്ങളെ ആത്മീയതയിലേക്ക് വളർത്താനും മറ്റുള്ളവരെ ആത്മാവിനെ നേടാനും വേണ്ടി ഞങ്ങൾക്ക് അൺബൗണ്ട് കോഴ്സ് കുടിക്കാനും കാശില്ലാത്തവരെ കാശ് കൊടുത്ത് കുടിക്കുകയും അതിനകത്ത് നിന്ന് അറിവ് വർദ്ധിപ്പിക്കാനും നന്മയിൽ വളരുവാനും ഞങ്ങളെ വിശുദ്ധി ജീവിക്കാനുള്ള ആ കൃപ ഞങ്ങൾക്ക് തന്നു അച്ഛൻ. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അത് തീർത്തുമാണ്. അച്ഛൻ ഒരു ദിവസം മര്യാദാമൻ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നപ്പോൾ അച്ഛനെയും വിളിച്ച് അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ അതപ്പോൾ എന്നോട് പറഞ്ഞു. ഇപ്പം പിന്നെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് ജനുവരിയിലായിരുന്നു. അച്ഛനും അതിനകത്ത് പങ്കെടുത്തായിരുന്നു, കുർബാനയിലൊക്കെ കൂടി നിന്നായിരുന്നു. അന്നേരം അച്ഛൻ അന്ന് ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ മര്യാദാമ്മി കൊടുത്തപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, ഇനിയും റാണി അവിടെ മരിയ ഭവനുണ്ട്, അവിടെ 200 പേരോളം ഉണ്ട്, അവിടെ ഇനിയും റാണി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് എൻ്റെ അമ്മ മരിച്ചതിൻ്റെ ഓരാണ്ടായിരുന്നു. ഇന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു. ഇത് ഭക്ഷണം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അച്ഛൻ്റെ മരണവിവരം അറിയുന്നത്. അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് കൊടുക്കാൻ ചെന്നപ്പോൾ അച്ഛൻ ഇല്ലാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമമുള്ളൂ. അങ്ങനെ അച്ഛനും അതുപോലെ ഞങ്ങളെ ഒരു ആത്മീയ ഗുരു എല്ലാ വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളെ പറഞ്ഞേൽപ്പിച്ചു. വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾക്കങ്ങ് ഉറക്കാൻ മേലാത്ത ഒരു ഗുരുവായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. പ്രശാന്തച്ഛനെ എനിക്ക് ഒരു 20 വർഷങ്ങൾക്ക് മുൻപേ തന്നെ അറിയാവുന്നതായിരുന്നു. പിന്നെ അച്ഛന് ഒത്തിരി പ്രാർത്ഥന സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പാണ് അച്ഛൻ എന്നെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. അന്നു മുതൽ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ എന്നെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ശുശ്രൂഷയ്ക്ക് ആയിട്ട് വന്ന് അന്നു മുതൽ ഓരോ കാര്യത്തിലും അച്ഛൻ എന്നെ കൊണ്ട് പറഞ്ഞ് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്കായി ഏർപ്പെടുത്തി തന്നു. അതിൽ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകുവാനും സാധിച്ചിട്ടുണ്ട്. അച്ഛൻ എൻ്റെ ഭവനത്തിലും വന്ന് എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ഇടപെടുകയും അവരെക്കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായവും എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ വിയോഗത്തിൽ ഞാനും എൻ്റെ മക്കളും കുടുംബവും ഒന്നുപോലെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് ഇനിയും ഒരു വിശുദ്ധനായിക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കാനുള്ള ഒരു മാലാഖയായിട്ടാണ് ഇപ്പോൾ ഞാൻ അച്ഛനെ കാണുന്നത്. ഈശോയെ, ഇതൊത്തിരി ഒന്നും പറയാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് തന്നല്ല അനുഗ്രഹത്തിന് അച്ഛനാണ് എല്ലാം കാര്യം. അച്ഛൻ കോടികളെയാണ് ഇവിടുന്ന് പ്രാർത്ഥിച്ച് വിട്ടിരിക്കുന്നത്. എല്ലാ ധ്യാനവും ഒടിപ്പിച്ച് അച്ഛൻ കോടാനുകോടി ആൾക്കാരെയാണ് ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ഇതുപോലൊരു അച്ഛൻ ഞങ്ങളുടെ IMS ഞങ്ങളുടെ ചിറകായിരുന്നു. മാലാഖമാരെ പോലെ ഈ പ്രാവശ്യം അച്ഛൻ പറഞ്ഞ് എല്ലാവരും വെള്ള ഉടുത്തിട്ട് വരണം ടീമങ്ങൾ. പക്ഷേ ഇതിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. വെള്ള ഉടുക്കുന്ന അച്ഛൻ മരിക്കാൻ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അച്ഛൻ്റെ ആ ചിന്താഗതി അങ്ങനെയായിരുന്നു. അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹം വെള്ള ഇട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അത് അച്ഛൻ പറയണ അനുസരിച്ച് വെള്ള ഇട്ടുകൊണ്ടാണ് ഈ 4 ദിവസം ഇവിടെ വരാൻ തീരുമാനിച്ചത്. പക്ഷേ അത് അച്ഛനും ഞങ്ങളുടെ ആ വെള്ളയും ഇട്ടത് അച്ഛനും കാണാൻ പറ്റില്ല, അച്ഛൻ ഞങ്ങൾക്കും കാണാൻ പറ്റില്ല. പക്ഷേ അച്ഛൻ ഞങ്ങൾ ഇവിടുന്ന് വരുന്ന ഇവിടെ വാങ്ങിയ ഓർത്ത് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം. കിഴക്കോട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മുറിക്കാത്ത വെട്ടയില്ലെന്ന് കാണുമ്പോൾ സങ്കടം വരുന്നിട്ട് ഇന്നത്തെ അലച്ചിലും കരച്ചിലും ഒക്കെ അപ്പോൾ പെങ്ങന്മാരൊക്കെ ആണെങ്കിലും ഓടി വന്ന് കട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്ത് എൻ്റെ അടിക്ക്. ഈശോയെ, അവരും ഞാനുമായിട്ട് അങ്ങനെയുള്ള ഇരിപ്പ് വശമായിരുന്നു. അപ്പോൾ
ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ IMSൽ അമ്മച്ചി വന്നിട്ട് ഇപ്പം ഒരു 19 വർഷത്തിൽ കൂടുതലായി. 10 വർഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ തപസ് കൂടിയിട്ട് 100 തപസ്. 100 ദിവസം അച്ഛൻ്റെ കൂടെ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിൽ പോയി എന്നെ അവിടെ അച്ഛൻ്റെ വീട്ടിൽ കടന്നിട്ടുമുണ്ട്. അപ്പം അമ്മച്ചി ഇപ്പം സ്ഥിരമായിട്ടിപ്പം ഇവിടെ വരുന്നുകൊണ്ടിരിക്കുന്ന IMSൽ വന്നുകൊണ്ടിരിക്കുന്ന അച്ഛനെ എന്നും എല്ലാ തിങ്കളാഴ്ചയും കാണുകയും അച്ഛൻ്റെ അനുഗ്രഹവും പ്രാപിക്കുകയും കൈവെപ്പ് പ്രാർത്ഥനയെ പങ്കുകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അമ്മച്ചിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 101 വയസ്സ്. എനിക്ക് 100 വയസ്സ്. 100 വയസ്സ്. പക്ഷേ അച്ഛൻ ആ ദുഃഖം എനിക്കൊരു വലിയൊരു ദുഃഖമായിട്ട് ഉണ്ട്. അച്ഛൻ്റെ മരണമേ. അച്ഛൻ വിശുദ്ധനായിട്ട് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി. ഞാൻ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ 10ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്മച്ചി മരിച്ചുപോയി. 10ാം ക്ലാസ് പഠിച്ച് ഞങ്ങൾ ചേട്ടത്തി അനിയത്തിയുമാണ്. 10ാം ക്ലാസ് പഠിച്ച് ഞങ്ങളുടെ അമ്മച്ചി മരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു. ഞങ്ങൾ കരഞ്ഞ് 2 മാസം ഞങ്ങളുടെ പെരക്കകത്തിരുന്നു. ഞങ്ങളെ ആരും ആശ്വസിപ്പിക്കാൻ വന്നില്ല. ഈ അച്ഛൻ തിരക്കി പിടിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഇനി കരയണ്ട, അമ്മച്ചി സ്വർഗത്തിൽ പോയിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ IMS വരണം, ഞാൻ അവിടെ നിങ്ങൾക്ക് പാട്ട് പാടാൻ നല്ല കഴിവുള്ളതല്ലേ, നിങ്ങൾ പാട്ട് പാടി ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. അച്ഛനിവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു മുറിയൊക്കെ തന്ന് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ച് ധ്യാനങ്ങളിലൊക്കെ ഞങ്ങളെ പാടിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട വസ്ത്രങ്ങളും ഞങ്ങൾക്കെല്ലാം ഒരുക്കി തന്ന് ഭക്ഷണം. ഞങ്ങൾ അമ്മച്ചി മരിച്ചതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണമൊന്നും നന്നായിട്ട് കഴിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിരുന്ന് ഞങ്ങൾ കഴിക്കുന്നത് നോക്കിയിരിക്കും. കിച്ചണിൽ ചെന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങളിപ്പോൾ ഈ ലക്ഷണമല്ല, ഞങ്ങൾ ഒത്തിരി ക്ഷീണിച്ച് എല്ലും തോലുമായിരുന്നു അന്നൊക്കെ. അന്ന് അച്ഛൻ കിച്ചണിൽ വന്ന് അവരോട് പറയും ഇവർക്ക് ദാസമ്മയ്ക്ക്, ഞങ്ങളുടെ പേര് ദാസമ്മ ജൈനമ്മ, ഞങ്ങൾക്ക് രാവിലെ പാട് 1 ഗ്ലാസ് പാലും ഒരു മുട്ടയും ഡെയിലി ഇവർക്ക് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ വന്ന് അച്ഛൻ നോക്കും ഞങ്ങൾ കഴിക്കുന്നുണ്ടോയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇത്രത്തോളം ആക്കി ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ഇവിടെ തന്നെ നിർത്തി ഞങ്ങൾ ധ്യാനങ്ങളൊക്കെ കൊണ്ടുപോയി പാടിപ്പിക്കുകയും എടുക്കുകയും ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ തരികയും ഞങ്ങളെ സംരക്ഷിക്കുകയും പിന്നെ ഞങ്ങൾ കല്യാണപ്രായമായപ്പോൾ ഞങ്ങൾക്ക് കല്യാണത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ചെറുക്കനെയൊക്കെ തന്നെ അന്വേഷിക്കാനുള്ള വഴിയൊക്കെ നോക്കി അതുമൊക്കെ ചെയ്ത് ഞങ്ങളെ അച്ഛൻ കെട്ടിക്കാൻ നേരം ഞങ്ങൾക്ക് സ്ത്രീധനമൊക്കെ അച്ഛനെ അന്നൊക്കെ കഴിയുന്ന പൈസയൊക്കെ തന്ന് ഞങ്ങൾ നല്ല ജീവിതത്തിലേക്ക് കടത്തിവിട്ട അച്ഛൻ ഞങ്ങളെ കെട്ടിച്ച് വിട്ടു. ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കല്യാണത്തിന് എൻ്റെ കെട്ടിച്ചത് മാവേലിക്കര, അവിടെ വന്ന് കല്യാണമെല്ലാം നടത്തി അത് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞിട്ടും വീണ്ടും ഞങ്ങളെ തിരിച്ച് വിളിച്ച് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ അനിയത്തിനെയാണ് എല്ലായിടവും പുറത്തൊക്കെ ധ്യാനത്തിനൊക്കെ പാടാനായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ തിരിച്ച് ഞങ്ങളെ വീണ്ടും ധ്യാന മന്ദിരത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തി. എന്തിനും ഏതിനും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളെ ചേർത്ത് നിർത്തി പ്രാർത്ഥനയിൽ ഞങ്ങളിപ്പോൾ ഉയർന്ന് ഞങ്ങൾക്കെല്ലാം ഉണ്ട്. നല്ല ഭർത്താവുണ്ട്, നല്ല വീടുണ്ട്, നല്ല മക്കളുണ്ട്, നല്ല സാമ്പത്തികമുണ്ട്, എല്ലാം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ ഇല്ലാത്ത വിഷമം മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന വിശുദ്ധനാണ് ഞങ്ങളുടെ അച്ഛൻ. ഇതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന അച്ഛൻ. ഇത്രയും അസുഖം ഷുഗറൊക്കെ ഉണ്ടായാലും ഒരു റെസ്റ്റ് എടുക്കാതെ ഓടി നടന്ന് ജോലി ചെയ്ത് ഒരു ദിവസം 5 വാരം കുർബാന ചൊല്ലി റെസ്റ്റ് എടുക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന അച്ഛൻ. ക്ഷീണം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഭർത്താവാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് അച്ഛനെ കാല് തിരുമ്മി കൊടുക്കുകയും ഇടുക്കി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യും. മുടിയൊക്കെ വെട്ടി കൊടുക്കും. അങ്ങനെ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ മരിച്ചതിൽ വലിയവണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ. ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ദുഃഖം. ഇത്ര പെട്ടെന്ന് അച്ഛൻ പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. നല്ല ഉള്ളൊരു രാത്രി ആരാധന കഴിഞ്ഞ് ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ പാട്ടുപാടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഞങ്ങളുടെ ഒപ്പം നിന്ന അച്ഛൻ, സന്തോഷത്തോടെ മരുന്നിന് പോയ അച്ഛൻ. ഞങ്ങൾക്കിത് താങ്ങാവുന്നതിനപ്പുറമാണ്. ഞങ്ങളുടെ അച്ഛൻ വിശുദ്ധനാണ്. എത്രയോ പേര് അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ രക്ഷിച്ചതുപോലെ എത്രയോ പേരാ ഒരുപാട് പേര് തിരക്കി പിടിച്ച് അവരെ സഹായിച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കും. എത്ര അമ്മച്ചിമാർ, വിധവകൾ, അനാഥര് വിധവകൾ, ആരെങ്കിലുമൊക്കെ വിശന്ന് ഇപ്പോൾ വന്നാലും ഭക്ഷണം കൊടുക്കും. ആരെങ്കിലും തെണ്ടി തിരിഞ്ഞു വന്ന് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന അച്ഛൻ, അന്വേഷിച്ച് തിരക്കി പിടിച്ച് ചെയ്യുന്ന അച്ഛൻ, ഒരുപാട് നന്മകളുള്ള അച്ഛൻ. ഞങ്ങൾക്കിത് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ് ഞങ്ങളുടെ അച്ഛൻ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് നല്ല ജീവിതമൊക്കെ തന്ന്
ഞങ്ങളുടെ അപ്പനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയ്ക്കോ ഇത് സാധിക്കാത്തതാണ്. ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുവായ ഞങ്ങളുടെ പ്രശാന്തച്ചൻ, ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അച്ഛൻ്റെ ആത്മാവിന്നിപ്പോൾ സ്വർഗത്തിലിരുന്നുകൊണ്ട് ഞങ്ങളെ കാണുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ IMSന് ഒരു മധ്യസ്ഥം കൂടെ ഞങ്ങൾക്ക് കിട്ടി. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അച്ഛനൊരു പുണ്യവാളനായിരുന്നു. മരിച്ചു കഴിഞ്ഞും അച്ഛനൊരു പുണ്യാത്മാവായി തീരുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം പാപങ്ങളോട് വളരെ കരുണ കാണിക്കുന്ന അച്ഛൻ ഇവിടുന്ന് ഒരു കുട്ടിയെ ഈ വടക്കുവശത്തു നിന്ന് അച്ഛൻ്റെ കൈ ആരോ ചോരക്കുഞ്ഞിനെ കൊടുത്ത് പറഞ്ഞു. ചോരക്കുഞ്ഞിനെ ആരോ ചാക്കിൻ്റെ പുറത്ത് കിടത്തി അച്ഛൻ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി. അപ്പോൾ അച്ഛനൊരു തീരുമാനം ഉണ്ടായി, എനിക്ക് അനാഥാലയം പണിയണമെന്ന്. അങ്ങനെ അച്ഛൻ്റെ പേരിൽ 3 അനാഥാലയങ്ങൾ, മാനസിക രോഗികൾ, ഇവരെയൊക്കെ പ്രായമായിരിക്കുന്ന അമ്മച്ചിമാർ, ഇവരെയൊക്കെ അച്ഛൻ്റെ കീഴിൽ മരിയ ഭവനം, മരിയ ആലയം, ഇങ്ങനെ 3 ആലയങ്ങൾ അമ്മയുടെ പേരിട്ട് അച്ഛൻ അവിടെയെല്ലാം ഈ മക്കളെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം അച്ഛൻ സാധിച്ചു കൊടുക്കുകയും അവർക്ക് മരുന്ന്, ഭക്ഷണം, വസ്ത്രം എല്ലാം അച്ഛന് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പാവങ്ങളുടെ ഒരു ദൈവമായിരുന്നു അച്ഛൻ. പാവങ്ങളോട് കരുണ കാണിക്കുന്നവനായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ. എപ്പോഴും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ശനിയാഴ്ച ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. IMSൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊടുത്ത് ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അതിനുശേഷം തിങ്കളാഴ്ചത്തെ വൺ ഡേ പ്രോഗ്രാം, അതിനും മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വരുമായിരുന്നു. അത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ദമ്പതിദാനം, അച്ഛൻ്റെ തപസ്, ഇതിനൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ അതിലൂടെയൊക്കെ ഒത്തിരി നമുക്ക് വരദാനങ്ങളും കൃപകളും അഭിഷേകങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും നമുക്ക് അതിജീവിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവർക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനും അവർക്ക് അതിലൂടെ അനുഭവം കിട്ടാനും ഒക്കെ ഈ അച്ഛനിലൂടെയാണ്. ഞങ്ങളുടെ ഈ IMS പുണ്യമിയുടെ കാണപ്പെട്ട ഒരു മാണിക്യമാണ് അച്ഛൻ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയത്. ഞങ്ങൾക്ക് ഓർക്കാൻ കൂടെ വയ്യ. തീർച്ചയായിട്ടും അച്ഛൻ പൂർണ്ണ ഒരു വിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അച്ഛന് കൂടെ വരദാനങ്ങൾ എനിക്ക് തന്നെയല്ല, ആയിരങ്ങൾ 10,000-ങ്ങൾക്ക് വിവിധ തരത്തിലുള്ള വരദാനങ്ങളും കൃപകളും ദാനങ്ങളും വരങ്ങളും രോഗശാന്തി, മനഃശാന്തി, സമൃദ്ധി എല്ലാം 10,000-ങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനിയും കിട്ടാൻ വേണ്ടി ദിനംതോറും ഞങ്ങൾ കർണക്കന്തയെ കൊടുത്ത് ജമാലെ കൊടുത്തും പ്രാർത്ഥിക്കുമായിരുന്നു. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല എൻ്റെ വേദനയുടെ ആഴം. അച്ഛൻ്റെ വേർപാടിൻ്റെ വേദന എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. എങ്കിലും അച്ഛൻ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇല്ലെങ്കിലും അച്ഛൻ മറിലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു.